കഴിഞ്ഞ ദിവസം വീട്ടിലിരുന്നപ്പോൾ എനിക്ക് സ്റ്റേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ത്വര. എന്നാൽ പിന്നെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. നല്ല മാഷ് പൊട്ടറ്റോയും ക്രീമി മഷ്റൂമും ഒക്കെ വെച്ചിട്ട് രസമല്ലേ ഇടയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ലേ, നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് സ്റ്റേക്കൊക്കെ കഴിക്കാൻ പോകുമ്പോഴേ മുടിഞ്ഞ റേറ്റാന്നേ. നമ്മുടെ കോട്ടയംകാരുടെ ഭാഷയും പറഞ്ഞാൽ എന്നെ കൊടുക്കത്തെ റേറ്റാന്നേ. അതുകൊണ്ട് മാത്രമൊന്നും അല്ല കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം വരുമ്പോൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്നാണ് ഈ കുക്കിങ്. അതും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹം തോന്നുമ്പോഴേ ഈ സ്റ്റേക്ക് ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ ഓർത്തത്. ഈ വീഡിയോ ഇടുമ്പോൾ എന്നോട് കുറേ ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേക്ക് ഉണ്ടാക്കിയപ്പോൾ ചോദിച്ചു, ലിറ്റി അതിൻ്റെ റെസിപ്പി ഇടുമോയെന്ന്. സത്യം പറഞ്ഞ് ഈ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തില്ലെന്നേ, ഞാൻ മറന്നു പോയതല്ല. ഇങ്ങനെ ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് മമ്മി വിളിക്കുന്നതൊക്കെ. മമ്മിയും സിസ്റ്ററും ബ്രദറും ഒക്കെ വിളിച്ച് ഞങ്ങളിങ്ങനെ വീഡിയോ കോൺഫറൻസ് വഴി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എൻ്റെ കുക്കിങ് നടക്കും, അവരോടുള്ള വാചോടി നടക്കുമല്ലോ. അതുകൊണ്ടാണ് ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ റെസിപ്പി വീഡിയോ എടുത്തിട്ട് ഇടാം. ഈ പ്രാവശ്യം കൂടെ എന്നോടൊന്ന് ഒരുത്തിൻ്റെ മാഷ് പൊട്ടറ്റോ ടേബിളിലോട്ടൊന്ന് വെക്കാൻ പറഞ്ഞ് കൊടുത്തു വിട്ടാൽ പോകുന്ന വഴിക്കകത്തിലൊരു നക്ക്. ഇവനെയൊക്കെ എന്നെ വിശ്വസിച്ച സാധനങ്ങൾ കൊടുത്തു വിടുന്നല്ലേ. ഒരു ഭയങ്കര ഇഷ്ടം കേട്ടോ മാഷ് പൊട്ടറ്റോ. ചില ദിവസങ്ങളിൽ ഓഫ് കിട്ടുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കുവേ ഇനി 2 ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, ഒന്നും ചെയ്യരുത്, അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്നൊക്കെ. പക്ഷേ സമ്മതിക്കുകയല്ലെന്നേ, നമ്മുടെ മനസ്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ തോന്നിയാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തിലോട്ടെങ്കിലും ഉണ്ടല്ലോ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പണി തീരുകയില്ലെന്നുള്ള ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് പണി വന്നുകൊണ്ടിരിക്കും. അതെനിക്ക് മാത്രമാണോ അതോ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണോ? പക്ഷെ നമ്മളൊരു പണി ചെയ്തില്ലല്ലോ ഉണ്ടല്ലോ ഒട്ട് പണി ഇല്ലതാനും എന്ന് പറഞ്ഞാലോ എൻ്റെ കാര്യം. ഒരു കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, പിന്നെ അതിൻ്റെ പുറകെ അതായി ഇതായി ക്ലീനിങ്ങായി കഴുകലായി പെറുക്കലായി എന്തോരം പണികളല്ലേ. എന്നാൽ ശരി, എന്നാൽ കഴിച്ചേച്ചും വരാവേ.